സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്നത് യു.ഡി.എഫിന്റെ വലിയ പ്രഹസനങ്ങളൊക്കെ ഇപ്പം നമ്മുടെ നാടെങ്ങും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എൽ.ഡി.എഫ് എന്ന് പറയുന്നൊരു പാർട്ടിയെ നാമാവിശേഷമാക്കുകയും ആ എൽ.ഡി.എഫ് എന്ന് പറയുന്നൊരു പാർട്ടിയുടെ വേര് പോലും ഈ കേരളത്തിൽ അവശേഷിക്കരുതെന്നുള്ളൊരു ധാർഷ്ട്യത്തോടു കൂടി യു.ഡി.എഫിനൊപ്പം വയനാട്ടിലെ ജനങ്ങളും എല്ലാവരും കൂടി ചേർന്ന് നിന്നുണ്ട്. വയനാട്ടിലെ ജനങ്ങളെ മാത്രം ഞാൻ പറയുന്നില്ല, വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം തന്നെ വയനാട്ടിലെ ജനങ്ങളും അവരുടെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. കേരളത്തിലെ കുറേ രാഷ്ട്രീയ പ്രവർത്തകർ, അതായത് എൽ.ഡി.എഫിനോട് അനുഭവമുള്ള എൽ.ഡി.എഫ് എന്ന് പറയുന്നൊരു പാർട്ടിക്കൊപ്പം എല്ലാ കാലവും ഉണ്ടായിരുന്ന കുറേ ആളുകൾ ഇതിൽ കുറച്ച് കളികൾ കളിച്ചിട്ടുണ്ട്. ആ കളികളുടെയൊക്കെ ഫലമായിട്ട് തന്നെ ഈ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെതിരെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ, അല്ലെങ്കിൽ ആ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കാരണമാണ് ഈ പാർട്ടി ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് അധപ്പതിച്ച് പോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കള്ളത്തരങ്ങളും അല്ലെങ്കിൽ നുണപ്രചരണങ്ങളൊക്കെ നടത്തി നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എല്ലാ ആനുകൂല്യങ്ങളും പിഴിഞ്ഞു വാങ്ങിയിട്ട് അല്ലെങ്കിൽ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ട് കയ്യും കാലും പിടിച്ച് കിട്ടാവുന്നതെല്ലാം വാങ്ങിയെടുത്തിട്ട് അവരുടെ നീരും ആ ചോരയും എല്ലാം എടുത്തിട്ട് ചവറ്റുകൊട്ടയിലേക്ക് തുപ്പിക്കളയുന്ന അല്ലെങ്കിൽ വലിച്ചെറിയപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഉള്ള കാര്യം നമ്മൾ ഉള്ളതുപോലെ തന്നെ പറയണം. ഇത് ചിലപ്പോൾ വയനാട്ടുകാരെ പറ്റി ഞാൻ കുറ്റം പറഞ്ഞു, വയനാട്ടുകാർ മേടിച്ച അല്ലെ സർക്കാരിൻ്റെ ഔദാര്യമല്ല അവർ വാങ്ങിയത്, സർക്കാരിൻ്റെ ആനുകൂല്യമാണ് കിട്ടേണ്ടത്, ഈ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ എന്തിനാണ് ഈ കണക്ക് പറയുന്നത്, ഞാനൊരു കമ്മിയാണ് അല്ലെ സംഖ്യയാണ് കൊങ്ങിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും എഴുകിയേക്കാം. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ ഈ ഒരു വിഷയത്തിൽ എം മണി എന്ന് പറയുന്ന ആ ഒരു നേതാവുണ്ടല്ലോ, അയാൾ പറഞ്ഞ ആ കാര്യങ്ങളിൽ തന്നെയാണ് ഞാനും നിൽക്കുന്നത്. അന്ന് അയാൾ പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കളിയാക്കി അല്ലെങ്കിൽ നമ്മളെല്ലാവരും വിമർശിച്ചു. അതായത് സർക്കാർ കൊടുക്കേണ്ട ഔദാര്യമല്ല, സർക്കാരിൻ്റെ അവകാശമാണ് ചെയ്യുന്നത്, അത് ചെയ്തേ പറ്റുള്ളൂ, ഏതൊരു സർക്കാരാണെങ്കിലും ചെയ്യേണ്ടതാണ്, അത് ചെയ്തിട്ട് വലിയ പ്രഹസനമൊന്നും വേണ്ടെന്നൊക്കെ നമ്മളെല്ലാവരും പറഞ്ഞു. പക്ഷേ എം മണി ആയിരുന്നു ശരിയെന്നുള്ളത് ഇന്നത്തെ എല്ലാ ആളുകളും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഈ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം കേട്ടോ. അപ്പം അങ്ങനെ ഈ എം മണി പറഞ്ഞതുപോലെ തന്നെ വയനാട്ടിലെ ജനങ്ങളടക്കം കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും എല്ലാം വാങ്ങിയെടുത്തിട്ട് പിന്നീട് അവർക്കെതിരെ തിരിച്ചു കുത്തിയ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പുറകിൽ നിന്ന് കുത്തുക, ബാഹുബലിയെ കട്ടപ്പ പുറകിൽ നിന്ന് കുത്തിയെന്ന് പറയുന്നത് പോലെ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടി അല്ലെ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു നല്ലൊരു മനുഷ്യസ്നേഹി അല്ലെ ഒരു മനുഷ്യനെ പുറകിൽ നിന്ന് കുത്തിയൊരു കാഴ്ച കൂടിയാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ആ ഒരു വിഷയത്തിൽ നമുക്കറിയാം, ബസ്സിൽ സൗജന്യ യാത്ര ഒരുക്കി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് യു.ഡി.എഫ് അധികാരത്തിലേക്ക് വന്നത്. 15-ാം തീയതി മറ്റോ ആണ് ഈ പറയുന്ന സൗജന്യ യാത്ര അവർ ഒരുക്കി കൊടുക്കുക എന്നൊക്കെ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാവർത്തികമാക്കാൻ പോകുന്നത് എന്നൊക്കെ രമേശ് ചെന്നിത്തല പറയുന്നൊരു കാര്യമുണ്ട്. അവരുടെ ദീർഘവീക്ഷണം എന്താണെന്നുള്ളത് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. അതിനുശേഷം എന്തായിരുന്നു KSRTCയുടെ മുൻപത്തെ അവസ്ഥയെന്നും ഇന്നത്തെ അവസ്ഥ എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഒരിക്കൽ കൂടി പറയാം. അപ്പം നമുക്ക് എന്തായാലും നേരെ രമേശ് ചെന്നിത്തല പറയുന്ന കാര്യത്തിലേക്ക് പോവാം. അതെ തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. ഞങ്ങളത് ഒരു ആശങ്കയ്ക്കും അവകാശമില്ല. സംസ്ഥാന ഗവൺമെന്റ് അതിന് സബ്സിഡി കൊടുക്കും KSRTC. അതിനുള്ള സോഴ്സ് ഓഫ് ഇൻകം ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഇന്ന് ഇവിടുത്തെ ധാരാളിത്വവും അതോടൊപ്പം തന്നെ അനാവശ്യമായ എക്സ്പെൻഡിച്ചറും എല്ലാം നിർത്തി ഇതിനാവശ്യമായ ഫണ്ട് കണ്ടെത്താനുള്ള നടപടിയെ പറ്റി ഞങ്ങൾ പഠനം നടത്തിയിട്ടാണ് ഇത് പ്രഖ്യാപിച്ചത്. ഇപ്പൊ KSRTCക്ക് ഇതിനുള്ള ശക്തിയില്ലെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ആ ഗവൺമെന്റ് സപ്പോർട്ടോടുകൂടിയായിരിക്കും. ഇപ്പൊ തന്നെ ഏകദേശ കാര്യങ്ങളിൽ ഒരു തീരുമാനം നിങ്ങൾക്കൊക്കെ കിട്ടിക്കാണും അല്ലെ, തീരുമാനമായി കാണും അല്ലേ. അതായത് KSRTCക്ക് ഇതുകൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല, അതിന് ഗവൺമെന്റിന്റെ സഹായം ഞങ്ങൾ കൊടുക്കും, ആ സഹായം കൂടി കൊടുത്തിട്ട് ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇത് ആരും അവകാശപ്പെട്ടിട്ടില്ല നിങ്ങളിത് കൊടുക്കണമെന്നുള്ളത്, ആദ്യം അത് മനസ്സിലാക്കുക. ഈ പറയുന്ന അനാവശ്യ ചെലവുകളെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പെൻഷനാണോ സഖാവേ? സഖാവേ എന്ന് വിളിക്കാൻ പറ്റത്തില്ലല്ലോ, രമേശ് ചെന്നിത്തല ജി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെൻഷനാണോ? 1600 രൂപ എന്നുണ്ടായിരുന്ന ഒരു പെൻഷൻ 3000 രൂപയിലേക്ക് മാറ്റിയത് ഇടതുപക്ഷ സർക്കാരാണല്ലേ. അത് കറക്റ്റ് കണക്ക് എത്രയാണെന്നുള്ളത് വാങ്ങുന്ന ആളുകൾക്ക് അറിയാം. അപ്പോൾ അത്രയും എമൗണ്ട് അവർക്ക് ഗഡുക്കളായിട്ടും അല്ലെങ്കിൽ അവർക്ക് കുടിശ്ശിക ഉണ്ടായിരുന്നു, ഗഡുക്കൾ എന്ന് പറയാൻ പറ്റില്ല, കുടിശ്ശിക ഉണ്ടായിരുന്ന എമൗണ്ട് പോലും അവരുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ചെയ്ത് കൊടുത്ത് ചിരിപ്പിച്ച, അതായത് എല്ലാ ആളുകളെ കൊണ്ട് സന്തോഷിപ്പിക്കുകയും അവരുടെ എല്ലാം മനസ്സ് നിറയ്ക്കുകയും ചെയ്തൊരു ഒരു സർക്കാരായിരുന്നു ഇടതുപക്ഷം. മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കർക്കശ സ്വഭാവമുള്ളവനാണ്, ധാർഷ്ട്യമുള്ളവനാണ്, ഏകാധിപതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകുന്ന കുറേ ആളുകളുണ്ട്. ആ മക്കളോടൊക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ പറയുന്നത് പോലെ വരുന്നവരുടെ എല്ലാവരുടെയും മുന്നിൽ പോയി തലയും കുനിച്ചു നിർത്തി തമ്പ്ര ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു മനുഷ്യനാണോ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ? കുറച്ചെങ്കിലും ഒരു വാല്യൂ വേണം അല്ലേ. ആ രീതിയിൽ അയാളുടെ മുൻപിലേക്ക് വരുന്ന എല്ലാ ഒളിയമ്പുകളെയും, അല്ലെങ്കിൽ അയാളുടെ മുന്നിലേക്ക് നേരെ വരുന്ന അമ്പുകളാണെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം ഏതൊക്കെ രീതിയിൽ തടുക്കണമെന്ന് ആ മനുഷ്യന് നല്ല ബോധ്യമുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും പ്രായമായിട്ടും ആ ധാർഷ്ട്യത്തിലോ അല്ലെങ്കിൽ ആ ഒരു ധൈര്യത്തിലോ ഒന്നും ഒരു കുറവും വരാത്ത ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടോ എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്.
ശരിക്കും നമ്മളെല്ലാവരും ചിന്തിച്ചൊരു കാര്യം തന്നെയാണല്ലേ. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ നിന്ന് കേരളത്തിനെ കൈപിടിച്ചുയർത്തി നിങ്ങൾക്കൊപ്പം ഈ ഗവൺമെന്റ് ഉണ്ട്, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ജനങ്ങളുടെയും മനസ്സിൽ ഭീതി എന്ന് പറയുന്ന ഒരു സാധനം മാറ്റിയിട്ട് ഭയമല്ല ജാഗ്രതയാണ് വേണ്ടതെന്ന് പറഞ്ഞൊരു ഒരു ഒരു കാര്യം അവരിലേക്ക് സന്ദേശം അറിയിച്ചു കൊടുക്കുമ്പോൾ ആ ആളുകൾക്കെല്ലാം എന്തുമാത്രം സന്തോഷമായിരുന്നു എന്നറിയോ, അല്ലെങ്കിൽ എന്തുമാത്രം ഒരു സഹായമായിട്ടുണ്ടെന്നറിയോ ഒരു വാക്കുകൾ. ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയുന്ന ആ അത്രയും വാക്കുകളുടെ അപ്പുറത്തേക്ക് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കുന്നില്ല അല്ലേ. അതായത് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രമല്ല, കൂടെ ഉണ്ടെന്ന് തെളിയിച്ച് കാണിക്കുകയും ചെയ്തൊരു സർക്കാർ തന്നെയായിരുന്നു ഇടതുപക്ഷം. അപ്പം മുൻപ്, അതായത് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ KSRTC പറ്റി 2011-16 സമയങ്ങളിൽ ഈ കാലയളവിൽ എന്തായിരുന്നു KSRTCക്ക് സർക്കാർ കൊടുത്തിരുന്ന സഹായമെന്നും ആ സമയങ്ങളിൽ എന്താണ് KSRTCക്ക് കിട്ടിക്കൊണ്ടിരുന്നതെന്നും അല്ലെങ്കിൽ KSRTCയുടെ ലാഭം എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പോൾ അതിൽ ഞാൻ കണ്ടത് UDF സർക്കാർ 2011-16 ഈ കാലയളവിൽ സർക്കാർ സഹായമായി ഏകദേശം 1466 കോടി മുതൽ 1534 കോടി വരെ നൽകിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. LDF സർക്കാർ 2016-21 തുടർന്ന് വന്ന സർക്കാർ ഇതിനേക്കാൾ വളരെ കൂടുതലായി 4924 കോടി മുതൽ 5002 കോടി വരെ സാമ്പത്തിക സഹായം നൽകി. അതായത് സാമ്പത്തിക സഹായം KSRTCക്ക് നൽകിയ കണക്കുകളാണ് ഈ പറയുന്നത്. ഇതൊക്കെ എത്രത്തോളം വ്യക്തമാണെന്ന് അറിയില്ല. എന്തായാലും UDFനേക്കാൾ കൂടുതൽ സാമ്പത്തിക സഹായം KSRTCക്ക് കൊടുത്തിരിക്കുന്നത് LDF സർക്കാരാണ്. നിലവിലെ സർക്കാർ LDF സർക്കാർ ഒക്ടോബർ വരെ സർക്കാർ സഹായം 7 കോടിയിലധികം ഉയർന്നതായി കണക്കുകൾ കാണിക്കുന്നു. ഇത് സർക്കാർ ആശ്രയത്വം വർദ്ധിച്ചതിനെയും സൂചിപ്പിക്കുന്നു. അപ്പം ഞാൻ KSRTC എന്നാണ് ലാഭത്തിലായത്, എങ്ങനെയാണ് ലാഭത്തിലായെന്നോട് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ കണ്ടത് KSRTC സ്വിഫ്റ്റ് ലാഭത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റാണ്. പ്രധാന KSRTC ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും അതിൻ്റെ പ്രത്യേക വിഭാഗമായ KSRTC സ്വിഫ്റ്റ് പുരോഗതി കൈവരിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിൽ 1 കോടി രൂപയുടെ ശുദ്ധലാഭം രേഖപ്പെടുത്തി. റെക്കോർഡ് വരുമാനം 2026 ജനുവരിയിൽ KSRTC ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ദിനവരുമാനമായ 13 കോടി സ്വന്തമാക്കി. പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിച്ചതും ടിക്കറ്റ് വരുമാനം കൂട്ടിയതുമാണ്, അല്ലെങ്കിൽ ടിക്കറ്റിൻ്റെ നിരക്ക് കൂട്ടിയതുമാണ് പ്രധാന കാരണം. പ്രവർത്തന മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് നിലവിലെ ഭരണകാലത്ത് റൂട്ട് മുൻഗണന, ഇന്ധനച്ചെലവ് നിയന്ത്രണം തുടങ്ങിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിനെ തുടർന്ന് ചില ഡിപ്പോകൾ ലാഭത്തിലോ നഷ്ടത്തിലോ അല്ലാത്ത രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചു. അതായത് KSRTC നമുക്കറിയാം, ഇടയ്ക്ക് വന്നൊരു പോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് വന്ന വാർത്തകളുണ്ട്. നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. ആ വാർത്തയിൽ പറഞ്ഞിരുന്നത് KSRTC ബസ്സിൽ നിന്ന് ഈ പറയുന്ന ഇന്ധനം ലീക്ക് വരുന്നു, എന്നിട്ടും ഇന്ധനം അവരുടെ അളവിൽ കൂടുതൽ അവർ ഫില്ല് ചെയ്യുന്നു. ഇതിനെതിരെ ഗതാഗത മന്ത്രി അടക്കമുള്ള ആളുകൾ രംഗത്തേക്ക് വന്നിട്ട് വാഹനത്തിൻ്റെ ലീക്ക് ആദ്യം നിങ്ങൾ സോൾവ് ചെയ്യുക, അതിനുശേഷം തന്നെ ആ വാഹനത്തിൽ മതിയായ അളവിലുള്ള ഇന്ധനം നിറയ്ക്കുക, അനാവശ്യമായിട്ടുള്ള ഇന്ധനം നിറയ്ക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പിന്നീട് ഈ പറയുന്ന ഗതാഗത മന്ത്രി അടക്കമുള്ള ആളുകൾ രംഗത്തേക്ക് വരികയുണ്ടായി. അപ്പം അങ്ങനെ ഈ മന്ത്രി അടക്കമുള്ള ആളുകൾ വന്നിട്ട് കൃത്യമായിട്ടുള്ള അവരുടെ വിശകലനത്തിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ ഫലമായിട്ട് ഈ പറയുന്ന അനാവശ്യമായിട്ട് വാഹനത്തിൽ ഫ്യൂൽ ചെയ്യുന്നതും അനാവശ്യ ചെലവുകളും എല്ലാം KSRTCയിൽ നിന്ന് ഒഴിവാക്കാനായിട്ടും അല്ലെ KSRTC വീണ്ടും കൈപിടിച്ചുയർത്താനും ഒക്കെ ഈ ഒരു കാര്യം കാരണമായെന്ന് നമുക്ക് എടുത്തു പറയാം. അപ്പം അങ്ങനെ ഇന്ന് ഈ കാണുന്ന രീതിയിൽ KSRTCയെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് LDF സർക്കാരിൻ്റെ ആ ഒരു പ്രവർത്തനം ഒരുപാട് സഹായമായെന്ന് നമുക്ക് എടുത്തു പറയാം. അപ്പോൾ ഈ ഒരു സഹായങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉയർന്നു കിടക്കുന്ന ഒരു KSRTCയെ ഇന്ന് ഞങ്ങൾ വന്നിട്ട് സൗജന്യ യാത്ര കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കർണാടക മോഡലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന VD സതീശൻ അടക്കമുള്ള, രമേശ് ചെന്നിത്തല അടക്കമുള്ള മൂത്ത കൊങ്ങികളും ഇളയ കൊങ്ങികളും എല്ലാം ഈ കാര്യങ്ങളെപ്പറ്റി മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. LDF സർക്കാർ ഒരു കാര്യം ഉണ്ടാക്കി കൊടുത്തു, ഒരു ബേസ്മെൻറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിന് മുകളിൽ കെട്ടിടം വെച്ചിട്ട് ഞങ്ങളാണ് ഇവിടുത്തെ എല്ലാം, ഞങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു പ്രവണത, അല്ലെങ്കിൽ ഇതെല്ലാം അംഗീകരിക്കുന്ന ഒരു കൂട്ടം നന്ദിയില്ലാത്ത വർഗം നമ്മുടെ ഈ കേരളത്തിലുണ്ടെന്നുള്ളത് കാണുമ്പോൾ വല്ലാത്ത വിഷമമാണ് കേട്ടോ. അതായത് ഈ എല്ലാ ആനുകൂല്യങ്ങളും, ഞാൻ ആദ്യമേ പറഞ്ഞ എല്ലാ ആനുകൂല്യങ്ങളും, പെൻഷൻ അടക്കം, അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെ അവർക്ക് കിട്ടാനുണ്ടോ ആ സർക്കാർ ആനുകൂല്യങ്ങളെല്ലാം ലഭിച്ചിട്ട് എല്ലാം വാങ്ങിയിട്ട് തിന്ന ചോറിന് നന്ദി കാണിക്കാതെ പോയ, അല്ലെങ്കിൽ ഉണ്ട ചോറിന് നന്ദി കാണിക്കാതെ പോയ വൃത്തികെട്ട ജനങ്ങളെന്ന് എനിക്ക് കേരളത്തിലെ ജനങ്ങളെ പറയാനുള്ളൂ. എന്തായാലും ഇവർ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവർ ഈ സൗജന്യ യാത്ര കൊടുക്കുന്നുണ്ട്. എത്ര നാൾ കൊടുക്കും? ഇവർ ഈ പറയുന്ന 5 വർഷം ഭരണത്തിരിക്കുന്നത്, അല്ലെ 10 വർഷം ഭരണത്തിരിക്കും. ഈ 10 വർഷം ഇവർ ഈ പറയുന്ന സൗജന്യ യാത്ര കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചിലപ്പോൾ ആദ്യത്തെ 1-2 ആഴ്ച കൊടുക്കും, അല്ലെങ്കിൽ 1 മാസം കൊടുക്കും, കൂടിപ്പോയാൽ 2-3 മാസമൊക്കെ കൊടുക്കും. അതിനുശേഷം ഈ സൗജന്യ യാത്ര എന്ന് പറയുന്ന ഒരു സാധനം വെറും പ്രഹസനം മാത്രമാകും. പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് വെറും പ്രഹസന പത്രിക എന്ന് പറയുന്നത് പോലെ വെറും പ്രഹസനം മാത്രമായി മാറും, നാമം മാത്രമായിട്ട് മാറും എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഞാൻ ഇതിലൊരു വേറെ പോസ്റ്റ് കണ്ടത്, ബാധ്യത 1 ലക്ഷം കോടി, ഇന്ദിരാ ഗ്യാരണ്ടീസ് നടപ്പാകുമോ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന വീഡിയോയിൽ പറയുന്നൊരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സ്ത്രീകൾക്ക് യാത്ര ചെയ്യാം KSRTCയിൽ. അത് ദുരുപയോഗം ചെയ്യാം. ദുരുപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ആവശ്യമില്ലെങ്കിൽ യാത്ര ചെയ്യും. ഒരു ധനമന്ത്രിക്കും ഒരു ഭരണാധികാരിക്കും മാജിക് ഉണ്ടെന്ന് തോന്നുന്നില്ല.
ഇത്തരം കമ്മിറ്റ്മെന്റ്സുകൾ പിന്നീട് തീർച്ചയായിട്ടും ബാധ്യത വർദ്ധിപ്പിക്കും, ബുദ്ധിമുട്ടുണ്ടാക്കും. അതെല്ലാം അതുപോലെ അതിന്റെ ഫുൾ സ്പിരിറ്റിൽ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലെ കാര്യക്ഷമതയോടുകൂടി നടപ്പിലാക്കാൻ സാധിക്കില്ല. ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ 5 കാര്യങ്ങളുടെ വരുന്ന എക്സ്പെൻഡിച്ചർ മാത്രമല്ല, വേറെ 2 ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്ന്, പേ കമ്മീഷൻ റിപ്പോർട്ട് വരും. പിന്നീട് കോൺട്രാക്ടേഴ്സിനും മറ്റു ബില്ലുകളും പാസ്സായി കൊടുക്കാത്തതിന്റെ അരിയർ കിടപ്പുണ്ട്. ആ അരിയറുകൾ പേ ചെയ്യണം. ഇതെല്ലാം കൂടി ഇപ്പൊ കണക്കാക്കുന്നത് 1 ലക്ഷം കോടി രൂപയുടെ ബാധ്യത വരുമെന്നാണ്. എനിക്ക് തോന്നുന്നത് സർക്കാർ ഭരണത്തിൽ വന്നാൽ ഒരു 4 മാസം തൊട്ട് 6 മാസം ആകുമ്പോഴേക്കും ഈ ക്രൈസിസ് നേരിടാൻ തുടങ്ങും. കെണിയിൽ നമ്മൾ ഇതുവരെ വീണിട്ടില്ല. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ട്രഷറി അടച്ചുപൂട്ടുന്ന സിറ്റുവേഷൻ ഉണ്ടാകണം. ഭയങ്കരമായിട്ട് അരിയർ പിന്നീട് വരണം, കുടിശ്ശിക വരണം. ഇപ്പൊ നമുക്ക് കുറച്ച് കുടിശ്ശികയുടെ പ്രശ്നമുണ്ട്, പക്ഷെ ട്രഷറി പൂട്ടിയിട്ടില്ല. കിഫ്ബി ബോർഡുള്ള ഒരു മോഡല് വളരെ നല്ലതാണ്. കേന്ദ്ര സർക്കാരും ഈ കാര്യത്തിൽ കുറെ വിട്ടുവീഴ്ചകൾ ചെയ്യണം, അനുഭാവപൂർവ്വമുള്ള നടപടികൾ കൊണ്ടുവരണം. ഇങ്ങനെയൊക്കെ കുറെ ഘടകങ്ങളുണ്ട്. സുജ, വലിയ വെല്ലുവിളിയാണ്. എന്താന്ന് വെച്ചാല് ഇപ്പൊ LDF കിട്ടിയതിനേക്കാളും ചവിട്ടായിരിക്കും UDF കിട്ടാൻ പോകുന്നത്. മാറി ചിന്തിക്കണം, വളരെ മാറി ചിന്തിച്ചില്ലെങ്കിൽ കേരളം വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. പ്രത്യേകിച്ച് മത്സരിച്ചു നമ്മൾ ഈ വെൽഫെയർ മെഷേഴ്സ് പ്രഖ്യാപിക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. എന്തായാലും 1 വർഷം കൊണ്ടിട്ടൊന്നും ഈ പ്രശ്നത്തെ ആരും അഡ്രസ് ചെയ്യത്തില്ല. കണ്ടില്ലേ, ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാകുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന വ്യക്തമായിട്ടുള്ളൊരു മറുപടിയാണ്. എന്തായാലും കേരളം 1 വർഷത്തിനകത്ത് വലിയൊരു ക്രൈസിസ് കാണാൻ പോവുകയാണ്. UDF സർക്കാർ അവർ നൽകിയ വാഗ്ദാനം അവർക്ക് പാലിക്കാൻ പറ്റില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണ്. അതായത് ട്രഷറിയിൽ വലിയ കുടിശ്ശിക ഉണ്ടായിട്ട് പോലും അടച്ചു പൂട്ടേണ്ട അവസ്ഥ വന്നിട്ടില്ല, അല്ല അടച്ചു പൂട്ടിയിട്ടില്ല. അങ്ങനെ എല്ലാം കാത്തു സൂക്ഷിച്ചു കൊണ്ടുവരുന്നൊരു സർക്കാരായിരുന്നു പിണറായി സർക്കാർ. ആ സർക്കാരിനെ മാറ്റി നിങ്ങൾ പുതിയൊരാൾക്ക്, അല്ലെ പുതിയ ഒരാളല്ല, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് വീണ്ടും ഒരു അവസരം കൊടുക്കാം, ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ മാറ്റം നാശത്തിലേക്കുള്ളതാണോ എന്നുള്ളൊരു ചോദ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് എടുത്ത് ചോദിക്കുകയാണ്. അതിനുള്ള ഉത്തരം നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തന്നെ തരണം. കാരണം നിങ്ങൾ തന്നെയാണ് വോട്ട് ചെയ്യാനായിട്ട് പോയത്, മാറ്റി കുത്തിയത് നിങ്ങൾ തന്നെയാണ്. അത് എന്ത് സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിലാണെങ്കിലും, എന്ത് അധികാരമോഹം നിങ്ങൾ മുന്നിൽ കണ്ടിട്ടാണെങ്കിലും അത് വളരെ മോശമായി പോയി എന്നുള്ളത് നിങ്ങളെ കൊണ്ട് തന്നെ കാലം പറയിപ്പിക്കും. കാലം പറയിപ്പിക്കാത്ത കണക്കുകളൊന്നും ഈ ഭൂമിയിൽ അവശേഷിച്ചിട്ടില്ല. അതെന്തായാലും ഈ ചെയ്തതിനുള്ളതെല്ലാം നിങ്ങളെ കൊണ്ട് ദൈവം, അല്ലെങ്കിൽ ദൈവം എന്ന് ഞാൻ പറയുന്നില്ല, കാലം തന്നെ പറയിപ്പിക്കും. പിണറായി ആയിരുന്നു ശരിയെന്നുള്ളത്. ഞാനൊരു കമ്മി ആയതുകൊണ്ടൊന്നും പറയുന്നതല്ല, നല്ല കാര്യങ്ങൾ എപ്പോഴും ഞാൻ നല്ലതെന്ന് തന്നെ പറയാറുള്ളൂ. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള നല്ല കാര്യങ്ങളിൽ ഏറ്റവും നല്ല കാര്യം LDF സർക്കാരിൻ്റെ ഭരണം തന്നെയായിരുന്നു. ഇനി വരാൻ പോകുന്ന UDF സർക്കാർ നന്നായിട്ട് ഭരിച്ചാൽ അവർക്കും കൊള്ളാം, അല്ലെങ്കിൽ അവർ നന്നായിട്ട് ഭരിച്ചാൽ നമ്മളെ പോലെയുള്ള ഓരോ സാധാരണക്കാർക്കും കൊള്ളാം. എന്തായാലും നന്നായിട്ട് തന്നെ ഭരിക്കട്ടെ, നല്ല കാര്യങ്ങൾ തന്നെ ചെയ്യട്ടെ, എല്ലാവർക്കും എല്ലാം കിട്ടട്ടെ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ.